നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. പാകിസ്ഥാനെ കിട്ടിയാലും പഞ്ഞിക്കിടുക. അതിപ്പോൾ പുരുഷ വിഭാഗത്തിലാണെങ്കിലും വനിതാ വിഭാഗത്തിലാണെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒരു സ്ഥിരം പരിപാടിയാക്കി മാറ്റിയിട്ടുണ്ട്. ഏകദിനമെന്നോ T20 എന്നോ ഒന്നും വ്യത്യാസമില്ല. ഇപ്പോൾ വിമൻസ് ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്തെറിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ പെൺകുട്ടികൾ. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ വെറും 108 റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ 14.1 ഓവറുകളിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യൻ പെൺകുട്ടികൾ വിജയലക്ഷ്യം മറികടന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് ഷഫാലിയും സ്മൃതി മന്ദനയും ചേർന്നുള്ള ഓപ്പണിംഗ് വിക്കറ്റ് കൂട്ടുകെട്ടാണ്. രണ്ടുപേരും കൂടി 10 ഓവർ ആകുമ്പോഴേക്കും ഇന്ത്യയുടെ സ്കോർ കാർഡിൽ 85 റൺസ് കുറിച്ച് കഴിഞ്ഞിരുന്നു. അതോടുകൂടി പാകിസ്ഥാന്റെ 108 എന്നുള്ളത് അനായാസം ഇന്ത്യ ചേസ് ചെയ്യും എന്ന് ഉറപ്പാക്കി കഴിഞ്ഞിരുന്നു. മത്സരത്തിൽ പാകിസ്ഥാനിന് 108 റൺസിന് ഓൾ ഔട്ടായി എന്ന് പറഞ്ഞല്ലോ. അവരുടെ ഇന്നിങ്സ് തുടക്കം മുതൽ തന്നെ കാലിടറുകയായിരുന്നു. പവർ പ്ലേ കഴിയും മുമ്പ് 2 ഓപ്പണർമാരും മടങ്ങി കഴിഞ്ഞിരുന്നു. ഗുൽ ഫെറോസ 5 റൺസുമായിട്ട് മടങ്ങിയപ്പോൾ സഹ ഓപ്പണറായിട്ടുള്ള മുനീബ അലി 11 റൺസ് മാത്രമാണ് എടുത്തത്. വസ്ത്രകാരാണ് 2 വിക്കറ്റും ഇന്ത്യക്ക് വേണ്ടി നേടിയത്. സിദ്ര അമീൻ ഒരു ഭാഗത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ആലിയ റിയാസ് 6 റൺസുമായിട്ടും നായിക നിദാദാർ ക്യാപ്റ്റൻ നിദാദാർ 8 റൺസുമായിട്ടും മടങ്ങിപ്പോയതോടെ പാകിസ്ഥാന്റെ സ്ഥിതി പരുങ്ങല്ലായി. തൊട്ടു പിന്നാലെ സിദ്ര അമീനും പുറത്തായി. 35 പന്തിൽ നിന്ന് അവരെടുത്തിരുന്നത് 25 റൺസ് മാത്രമാണ്. ഇളാം ജാവേദ് ഗോൾഡൻ ഡക്ക് ആവുക കൂടി ചെയ്തതോടെ പാകിസ്ഥാന് 6 വിക്കറ്റിന് 61 എന്ന രൂപത്തിലേക്ക് വീണു പോയിരുന്നു. പിന്നീട് അവരെ 100 കടത്തിയത് തൂബ ഹസന്റെയും ഫാത്തിമ സനയുടെയും 22 റൺസ് വീതമുള്ള ഇന്നിങ്സുകളാണ്. അങ്ങനെ 108 റൺസിന് പാകിസ്ഥാൻ ഓൾ ഔട്ട് ആകുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി ദീപ്തി ശർമ്മ 3 വിക്കറ്റുകൾ പിഴുതെടുത്തു. രേണുക സിംഗും പൂജ വസ്ത്രകാറും ശ്രേയങ്ക പാട്ടീലും 2 വീതം വിക്കറ്റുകൾ പിഴുതെടുക്കുകയും ചെയ്തിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ മികച്ച പ്രകടനമാണ് ഷഫാലിയും സ്മൃതി മന്ദനയും ഇന്ത്യക്ക് വേണ്ടി പുറത്തെടുത്തത്. സ്മൃതി മന്ദന 31 പന്തിൽ നിന്ന് 9 ഫോറുകളുടെ സഹായത്തോടെ 145.16 സ്ട്രൈക്ക് റേറ്റിൽ 45 റൺസ് എടുത്താണ് മടങ്ങിയത്. അപ്പോഴേക്കും ഇന്ത്യയുടെ സ്കോർ കാർഡിൽ 85 റൺസ് കുറിക്കപ്പെട്ടിരുന്നു. അറൂബ് ഷായുടെ പന്തിലാണ് ആലിയ റിയാസ് പിടിച്ച് സ്മൃതി മന്ദന പുറത്താകുന്നത്. പിന്നീട് ഷഫാലിക്ക് കൂട്ടായിട്ട് ദയാലൻ ഹേമലത എത്തി. 29 പന്തിൽ നിന്ന് 6 ഫോറും ഒരു 6റും അടക്കം 40 റൺസ് എടുത്തതിന് ശേഷമാണ് ഷഫാലി മടങ്ങുന്നത്. അവരെയും പുറത്താക്കിയത് സെയ്ദ അറൂബ ഷാ ആയിരുന്നു. ഇന്ത്യയുടെ സ്കോർ അപ്പോൾ 100ലേക്ക് എത്തിയിരുന്നു. തൊട്ടു പിന്നാലെ ഹേമലതയും മടങ്ങി. അവർ 11 പന്തിൽ നിന്ന് 14 റൺസാണ് എടുത്തിരുന്നത്. നഷ്ര സന്ധുവാണ് വിക്കറ്റ് വീഴ്ത്തിയത്. പിന്നീട് വിജയലക്ഷ്യത്തിലേക്ക് ഹർമൻപ്രീത് കൗറും ജമീമ റോഡ്രിഗസും ചേർന്നുകൊണ്ട് ഇന്ത്യയെ എത്തിക്കുകയായിരുന്നു. അങ്ങനെ തകർപ്പൻ ജയം, 7 വിക്കറ്റിന്റെ തകർപ്പൻ ജയം സ്വന്തമാക്കി പാകിസ്ഥാനെ പിച്ചി ചീന്തി മൂലക്ക് ഇട്ടിരിക്കുകയാണ് ഇന്ത്യൻ പെൺകുട്ടികൾ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.